ഫർണിച്ചർ വിപണന രംഗത്ത് 13 വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ. നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ബ്രാൻഡായ ഹെർക്കുലീസ് ഫിറ്റ്നസ് എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം. വെൽനെക്സ് ഫിറ്റ്നസ് എക്യുപ്മെന്റ് സെയിൽസ് ആൻഡ് സർവീസ് നിയർ സീതി ഹാജി സ്റ്റേഡിയം, എടവണ്ണ. ജിം ഫിറ്റ്നസ് സെന്ററുകൾ സെറ്റ് ചെയ്തു കൊടുക്കുന്നു. ശല്യക്കാരായ കാട്ടുപന്നികളെ വെടിവെച്ചു കൊല്ലാൻ നടപടിയുമായി നിലമ്പൂർ നഗരസഭ. ഇന്ന് നടന്ന ബോർഡ് യോഗത്തിന് ശേഷം നഗരസഭ വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണനാണ് ഇക്കാര്യം അറിയിച്ചത്. ഓഗസ്റ്റ് 5-ന് മുൻപായി നിലമ്പൂർ നഗരസഭാ പരിധിയിൽ കർഷകർക്ക് ശല്യക്കാരായി മാറിയിട്ടുള്ള മുഴുവൻ കാട്ടുപന്നുകളെയും വെടിവെച്ചു കൊല്ലും. ഇതിനായി തോക്ക് ലൈസൻസുള്ള അംഗീകൃത ഷൂട്ടർമാരെ നിയമിച്ചു കഴിഞ്ഞു. ഷൂട്ടർമാർക്ക് ഒരു കാട്ടുപന്നിക്ക് 1500 രൂപ വീതം നൽകും. കൂടാതെ കുഴിച്ചിടുന്നതിന് 2000 രൂപ വീതവും നൽകും. നഗരസഭ കൗൺസിലിൽ എടുത്തൊരു തീരുമാനം ഇന്ന് ഉത്തരവായി വരികയാണ്. നമ്മുടെ വന്യമൃഗ ശല്യത്തിനെതിരെ നമ്മൾ ഒരു ഷൂട്ടറെ തീരുമാനിക്കുകയും ആ ഷൂട്ടറെ വെച്ചുകൊണ്ട് നിലമ്പൂർ നഗരസഭയിലെ കർഷകർക്ക് ഉപദ്രവകാരികളായ പന്നികളെ വെടിവെച്ച് കൊല്ലാനുള്ളൊരു തീരുമാനം നമ്മൾ ഇന്ന് ഏറ്റെടുത്ത് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ പരാതിയുള്ളവർ അത് അറിയിക്കണം. അല്ലെങ്കിൽ ഈ ഷൂട്ടറെ വെച്ചിട്ട് നമുക്ക് എവിടേക്കാണ് ഉള്ളതെന്നുള്ളത് കൃത്യമായിട്ട് അറിയില്ല. അപ്പോൾ അറിയുന്ന സ്ഥലങ്ങൾ അല്ലെങ്കിൽ ഉപദ്രവമുള്ള സ്ഥലങ്ങൾ ആളുകൾ അറിയിച്ചാൽ നമ്മളത് അവരെ വെടിവെച്ച് കൊല്ലുന്നതായിരിക്കും. വന്യമൃഗ ശല്യത്തിനെതിരെ ശക്തമായ നടപടിയുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നിലമ്പൂർ നഗരസഭ. അപ്പം ഓഗസ്റ്റ് 5-ാം തീയതിക്കുള്ളിൽ ഇതിനെ ഒഴിവാക്കണം എന്നുള്ളൊരു കൃത്യമായ ഉത്തരവ് ഉണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അത് ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്നത്. ഒരു ദിവസമല്ല, ഒരു പ്രക്രിയ തന്നെ, തുടർ പ്രക്രിയ തന്നെ ഇതുമായിട്ട് മുന്നോട്ട് പോകുന്നതാണ്. വന്യമൃഗശല്യം, പ്രത്യേകിച്ച് കാട്ടുപന്നി ശല്യം അതിരൂക്ഷമായ സാഹചര്യത്തിലാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ശല്യക്കാരായ കാട്ടുപന്നികളെ വെടിവെച്ചു കൊല്ലാൻ അനുമതി നൽകിയിട്ടുള്ളത്. അവശരായ നായ്ക്കളെ ദയാവധത്തിന് ഇരയാക്കുന്ന പദ്ധതിയും നഗരസഭയിൽ നടപ്പാക്കാൻ തീരുമാനിച്ചതായി വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM ബഷീർ പറഞ്ഞു. സംസ്ഥാന ഗവൺമെന്റിന്റെ പുതിയൊരു ഉത്തരവ് വന്നിട്ടുണ്ട്. അക്രമകാരികളായിട്ടുള്ള നായകളെ നശിപ്പിക്കുക എന്നുള്ളൊരു തീരുമാനം. അപ്പം അത് ഫലപ്രദമായി നടപ്പിലാക്കാൻ വേണ്ടി നഗരസഭ തീരുമാനിച്ചിട്ടുണ്ട്. ബന്ധപ്പെട്ട ഇന്നലെ വെറ്റിനറി സർജൻ ബന്ധപ്പെട്ട ആളുകളുടെ യോഗം ഇന്നലെ നഗരസഭയിൽ വിളിച്ചു ചേർത്തിട്ടുണ്ട്. ആ യോഗത്തിന്റെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും പ്രദേശത്ത് ഇത്തരത്തിലുള്ള നായ്ക്കളെ വിവരം വെറ്റിനറി സർജനെ നഗരസഭയെ അറിയിച്ചു കഴിഞ്ഞാൽ ഉടനെ അത് കണ്ടെത്തി അവരെ നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനത്തിൽ പ്രത്യേക സ്ക്വാഡിനെ തന്നെ നഗരസഭയും വെറ്റിനറി ഡിപ്പാർട്ട്മെന്റും കൂടി രൂപീകരിച്ചിട്ടുണ്ട്. നഗരസഭാ പരിധിയിൽ തെരുവ് നായ്ക്കൾ കൂട്ടം കൂടി നിൽക്കുന്ന 29 ഇടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. വെറ്റിനറി സർജൻ ഉൾപ്പെട്ട സംഘം പരിശോധിച്ച് അവശരായി കണ്ടെത്തുന്ന നായ്ക്കളെ ദയാവധത്തിന് ഇരയാക്കും. തെരുവ് നായ്ക്കൾക്കിടയിൽ നടത്തിയ വന്ധ്യകരണം പൂർണ്ണമായി വിജയിക്കാത്ത സാഹചര്യത്തിലാണ് അവശരായ നായ്ക്കളെ ദയാവധത്തിന് ഇരയാക്കി തെരുവ് നായ്ക്കളുടെ എണ്ണം കുറയ്ക്കുന്നതിനുള്ള നടപടിയെന്നും ബഷീർ പറഞ്ഞു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്കറിയ കിനാന്തോപ്പിൽ എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. Charitra Vivag Bridal Collections by Shobhika Weddings.